ശ്രീ എസ് ഗുരുവായൂരപ്പൻ എന്താ ഇന്ന് വയനാട്ടിൽ എന്നും എന്നതുപോലെ ഈ പ്രശ്നമുണ്ട്. മലയോര മേഖലകളിൽ ആകെയുണ്ട്. ഈ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം ഒരു കരടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നീട് അത് വെള്ളത്തിൽ മുങ്ങി ചത്തുപോവുകയും ചെയ്തു. കണ്ണൂരിലൊരു പുലി അതിനെ മയക്കുവെടി വെച്ചു, അത് മരിച്ചുപോയി. വലിയ വിവാദമായിരുന്നു. ഇത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാജയപ്പെട്ടു പോകുന്ന ദൗത്യങ്ങളെക്കുറിച്ച് വനം വകുപ്പ് കൂടി പഠിക്കണ്ടേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതിനാണ് അതിൻ്റെ കൃത്യമായ ശാസ്ത്രീയമായിട്ട് വിശകലനങ്ങൾ ഇതിന് മുൻപേ നമ്മൾ ചെയ്തതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ എങ്ങനെയാണ് ഈ ജീവികളെ അവരുടെ മരണപ്പെടാതെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിനൊരു വളരെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തണം. അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് വിദേശങ്ങളിൽ പോകണമെങ്കിൽ വിദേശങ്ങളിൽ പോയിട്ടാണെങ്കിൽ പോലും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു പരിശീലനം കൊടുക്കണം. അങ്ങനെ ഒരു നല്ലൊരു വെൽ എക്വിപ്ഡ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീവികളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ എനിക്ക് ശ്രീ അലക്സ് ഒഴികേലിൻ്റെ വർത്തമാനം കേട്ട സമയത്ത് ഒരു മനുഷ്യന് ഒരു മനസാക്ഷി അല്പം പോലും ഇല്ലാത്തൊരു വ്യക്തി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒരു ജീവി, വന്യജീവി അത് ചത്തതിൽ അല്പം പോലും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് മനസാക്ഷി അല്പമെങ്കിലും ഉണ്ടോ അങ്ങക്ക് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ കൊടുക്കുന്ന ആ പരിഗണനയെങ്കിലും ഒരു ജീവിക്ക് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതായത് അലക്സ് അവിടെ അടങ്ങിയിരിക്കും. അതായത് നമ്മുടെ ഭരണഘടന പറയുന്ന മൗലിക കർത്തവ്യങ്ങളിൽ എന്താണ് ആർട്ടിക്കിൾ 51A(g) പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഈ വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത്. ആ സമയത്താണ് അലക്സ് പറയുന്നത് ഇതിനെ കൊന്നാലും ഒരു വിരോധമില്ല, ഇത് കൊന്നാലും ഇതിനകത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അത് അങ്ങയുടെ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് ഈ വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അടച്ചാക്ഷേപിക്കുക വന്യജീവികളെ, അങ്ങ് ഭരണഘടനയാണ് അവഹേളിക്കുന്നത്. ഭരണഘടന പറയുന്ന ഒരു മൗലിക കർത്തവ്യങ്ങൾ പോലും പാലിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക? മൗലിക കടമകളെ കുറിച്ച് എങ്ങനെയാണ് അവകാശങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുക? അങ്ങ് ബോധപൂർവം ജനങ്ങളെ രണ്ട് തട്ടിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വന്യജീവികൾക്ക് എതിരെ ഒരു വലിയൊരു ടീമിനെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അന്ന് ബോധപൂർവം. ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, അങ്ങ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ടല്ലോ വന്യജീവികളുടെ എണ്ണം കൂടി എന്നുള്ള കാര്യം, ഞാനതിനെ അംഗീകരിക്കുന്നു. വന്യജീവികളുടെ എണ്ണം കൂടുന്ന സമയത്ത് മനുഷ്യന്റെ ജനസംഖ്യ എത്രത്തോളം കൂടിയിട്ടുണ്ട്? അതിനെക്കുറിച്ച് അന്ന് എന്താ മിണ്ടാതിരിക്കുന്നത്? ഈ പെരുകിയത് മനുഷ്യനാണോ വന്യജീവിയാണോ? മനുഷ്യനും വനങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി മനുഷ്യൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന അധപ്പതിച്ച മനോഭാവത്തിന്റെ ഉടമയാണ് നിങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് മാനവരാശിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഈ അടിസ്ഥാന സംസാരിക്കാൻ സാധിക്കുന്നത് വിവിധതരം അഭിപ്രായങ്ങൾ പലതരം അഭിപ്രായങ്ങളുണ്ട്. ഇത് വല്ലാത്ത ഒരു സന്ധിയുമാണ്. പലതരം അഭിപ്രായങ്ങളുണ്ട്. അത് നമ്മൾ ക്രോഡീകരിച്ച ഒരു ചർച്ചയിലൂടെ മുന്നോട്ട് വെക്കുമ്പോൾ അതിലേക്ക് അധികാര സ്ഥാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകും എന്നതിനപ്പുറത്ത് തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ശരി, അങ്ങ് ഉന്നയിച്ച വിഷയം എനിക്ക് മനസ്സിലായി. ശരി, 30 സെക്കൻഡ് തരും. അതായത് നമ്മുടെ ഭരണഘടന ഈ വനത്തെയും വന്യജീവികളെയും മനുഷ്യനെയും ഒരുമിച്ച് സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന് സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണോ അതിന്റെ സംവിധാനങ്ങളുണ്ട്. നമ്മളങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ട ഒരു മനസ്സാണ് മനുഷ്യന് വേണ്ടത്.